Book of Isaiah chapter 54 verse number 10 says, "For the mountains shall depart and the hills be removed, but my kindness shall not depart from you, nor shall my covenant of peace be removed, says the Lord who has mercy on you." പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നിന്നെ വിട്ട് നീങ്ങിപ്പോകുകയും ഇല്ല എന്ന് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ബൈബിൾ കലണ്ടറിൽ ഈ എലൂൾ എന്ന ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ അസാധാരണമായ അളവിലുള്ള കരുണ അവിടുന്ന് തൻ്റെ മക്കളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മോട് കരുണയുള്ള അത്യുന്നതനും ശാശ്വതവാസിയുമായ ആ യേശുവിൽ തന്നെ ആശ്രയിക്കുക. ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗത്തെയും ഞങ്ങൾ വന്ദനം ചെയ്യുമ്പോൾ as we welcome and appreciate everyone joining us from all over the world, I just want to remind you or read the verse one more time. For the mountains shall depart and the hills be removed, but my kindness, God of heaven, the creator of the ends of the earth, says to each one of us that his kindness shall not depart from you. In this season of Elul, where God is releasing his mercies over the people, you and I can have an access to his level of mercy by believing in Jesus. യേശുവിൻ്റെ ആ പകരപ്പെടുന്ന ആ ദയയിലേക്ക് നമുക്ക് പ്രവേശനം യേശുവിൽ ആശ്രയിക്കുന്നതിനാൽ സാധിക്കും. Nor shall my covenant of peace be removed, says the Lord who has mercy on you. നമ്മോട് കരുണയുള്ള ദൈവം ഈ പകൽ നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ മതിയായവനായിട്ടുണ്ട്. യേശു നമ്മോടുകൂടെ, യേശു നമ്മോടുകൂടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിലും യേശു നമ്മോടുകൂടെ. അവിടുന്ന് നമ്മോട് കരുണ തോന്നി നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. പെരുവെള്ളങ്ങൾ എല്ലാം കൊണ്ടുപോയോ, ജീവിതം എവിടുന്ന് എങ്ങനെയൊക്കെയോ ശേഷിച്ചു. ഈ പകൽ അത്യുന്നതനായ ദൈവം അതിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ വിശ്വസ്തന. നാണം കെടുത്തുന്ന സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ പഴിവാക്കുകൾ നിമിത്തം, വാർത്തകൾ നിമിത്തം തലകുനിഞ്ഞു പോയോ, ഈ പകൽ നാണക്കേടിന് പകരം ഇരട്ടി മാന്യത നൽകുവാൻ നമ്മോട് കരുണയുള്ള കർത്താവിന് സാധിക്കുന്നു. സാമ്പത്തിക പരാധീനതകൾ നിമിത്തം കടം കയറി ജപ്തികൾ, സ്വപ്നങ്ങൾ ഒത്തിരി ഹൃദയത്തിനകത്ത് ഉണ്ട്. പക്ഷെ അതെങ്ങും എത്തിച്ചേരാതെ ജീവിതം മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുമ്പോൾ ഈ പകൽ ഹൃദയത്തോട് ധൈര്യമായിട്ടിരിക്കാൻ പറയാം. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ദൈവം. സങ്കീർത്തനം 37:4 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരും. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി ഷാൽ ഫുൾഫിൽ the desires of your heart. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന അത്യുന്നതനായ ഈ യേശുവിൽ ആശ്രയിച്ച്, എൻ്റെ ദൈവമേ, ഇന്നലകളിൽ കടന്നു പോകായ സാഹചര്യങ്ങൾ, ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ, ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച മുറിവുകൾ ഇന്ന് എൻ്റെ ജീവിതത്തെ വേദനയിലും തകർച്ചയിലും അപകർഷതാബോധത്തിലും ഉള്ളിലേക്ക് ഒച്ചു വലിയുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുന്ന് എന്നെ സഹായിക്കണം. യേശുവേ, അവിടുന്ന് എന്നിൽ വാഴണം. യേശുവേ, എന്നെ അനുഗ്രഹിക്കണം. യേശുവേ, എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കണം. താങ്കൾക്ക് ആഗ്രഹമില്ലേ? ഇന്ന് ഒതുങ്ങിപ്പോയ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉന്നതമായ ഭാവി നൽകുന്ന, സമൃദ്ധമായ ഭാവി നൽകുന്ന യേശുവിൽ ആശ്രയിച്ച് ഈ സാഹചര്യങ്ങൾ പുറത്തു വരുവാൻ താങ്കൾക്ക് ആഗ്രഹമില്ലേ? ആ ഹോട്ടൽ റൂമിൽ, ആ ലോഡ്ജിൽ, ആ ആശുപത്രിയിൽ, ആ ഭവനത്തിൽ, ആ ഓഫീസിൽ, ആ യാത്രയിൽ, താങ്കൾ എവിടെ ആയിരിക്കുന്നെങ്കിലും യേശുവിൻ്റെ ശക്തി ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപായി, there are many things that makes us to worry, things that happened in our yesterdays, things that are about to happen today and tomorrow. We worry about today. The reasons began years and centuries back. But I tell you, the Lord of heaven says,
Oh, you afflicted ones, tossed with tempest and not comforted. Behold, I will lay your stones with colorful gems and lay your foundations with sapphires. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും ആശ്വാസമറ്റവളുമായുള്ളവേ ആയ കേരളമേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീല കല്ലുകൊണ്ട് നിനക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്യും. God has great plans. If he knew when you were shaken, he knows how to establish you, beloved. When you were shaken, when I was shaken, he was there. God was in control. നാം ഓരോരുത്തരും ഇളകിപ്പോയപ്പോൾ, കുലുങ്ങി മറിഞ്ഞപ്പോൾ, കാറ്റിനാൽ ഉലഞ്ഞപ്പോൾ, യേശു സകലതും അറിഞ്ഞു. അവിടുന്ന് സകലത്തെയും നിയന്ത്രിച്ചു. ഈ പകൽ ഒരു നിമിഷം ശ്വസിക്കുവാൻ എനിക്കും താങ്കൾക്കും കഴിയുന്നു എങ്കിൽ യേശുവിന്റെ നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് വാരിയടിച്ചതായ കലങ്ങി മറിഞ്ഞതായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ തീരെ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ അനേകർ ആത്മഹത്യയിൽ അകപ്പെട്ടപ്പോൾ ഈ പകൽ അതിനേക്കാൾ വലിയ എത്രയോ സാന്ദ്രത കൂടിയ പ്രയാസങ്ങളെ നേരിടുവാൻ നമുക്കിടയാകാൻ കാരണം യേശു സകലത്തെയും നിയന്ത്രിച്ചതുകൊണ്ട്. ആ കുലുക്കങ്ങളുടെ നടുവിൽ നമ്മെ കരം താങ്ങി നടത്തിയെങ്കിൽ അവിടുന്ന് നന്നായി നമ്മെ ഉറപ്പിക്കുവാൻ മതിയായ ദൈവം തന്നെ. Come on, ചേർന്ന വാക്യം വായിച്ച്. He will lay foundations with sapphires. My God, my Jesus will establish my life. In 14th verse says, 13th verse says, and all your children shall be taught by the Lord, and great shall be the peace of your children. നിന്റെ മക്കൾ എല്ലാവരും, മക്കളെ ഓർത്ത് വിലപിക്കുന്നവർ, ആ സ്ക്രീനിലെ വാക്യം അവിടെ നിൽപ്പുണ്ട്. Come on, ചേർന്ന് ഉറക്കിയൊന്ന് വായിച്ച്. എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടുന്നവരും എൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ആടി ഉലയുന്ന സാഹചര്യങ്ങളുടെ നടുവിലും അടിമത്തങ്ങളുടെ ആഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളുടെ നടുവിലും എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ, കമോ, എൻ്റെ മക്കളെ ദൈവം പരിപാലിക്കും. ഗ്രേറ്റ് ഷാൽ ബി ദ പീസ് ഓഫ് മൈ ചിൽഡ്രൻ. അവർ മധ്യത്തിൽ അവസാനിക്കത്തില്ല, അവർ അടിമത്തത്തിൽ നശിക്കത്തില്ല, അവർ തോന്നുന്ന പോലെ ജീവിച്ച് നശിക്കത്തില്ല. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വേണ്ടി എന്തെല്ലാം ദൈവം കരുതിയോ അത് മുഴുവൻ അവരുടെ ജീവിതത്തിൽ എൻ്റെ യേശു നിറവേറ്റും. എൻ്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റും, എൻ്റെ കുടുംബത്തിൽ ദൈവം നിറവേറ്റും, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ വരുമാന മാർഗങ്ങളിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ യേശു തരുന്ന സകല ജീവിത സാഹചര്യങ്ങളിൽ ദൈവം തന്റെ പദ്ധതികളെ നിറവേറ്റും. God will establish me. Join us to repeat. Jesus will establish me. I am tossed today. I am without peace. I am broken into fragments. But Jesus, my God, my Lord, will establish me. Let me repeat it for you and with you. My God, my Lord, Jesus will establish my life. Though I am afflicted and tossed with tempest and not comforted, behold, God of heaven says, your stones will be colorful gems and lay your foundations with sapphire. Verse number 13 says, and all your children shall be taught by the Lord, and great shall be the peace of your children. Beloved, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വാക്കുകൾ നമ്മളിവിടെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് യേശയ്യ 54:11, 10, 11, 12, 13 വാക്യങ്ങൾ, 14 വാക്യങ്ങൾ നമ്മൾ വായിച്ചുവെങ്കിൽ ഇതെനിക്ക് വേണ്ടി ഈ സീസണിൽ എൻ്റെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുമെങ്കിൽ യേശുവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഉറപ്പിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണമേ. എന്നിലൂടെ അനേകർ എഴുന്നേൽക്കുവാൻ, എന്നിലൂടെ അനേകർ സൗഖ്യമാകുവാൻ, എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ എൻ്റെ ദൈവമേ എന്നെ ഇടയാക്കണമേ. 6:29 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഉറപ്പിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. എന്നിലൂടെ മറ്റുള്ളവർ സൗഖ്യമാകണം, മറ്റുള്ളവർ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണം, സമാധാനത്തിലേക്ക് വരണം. യേശുവേ, എന്നെ ഒരു അനുഗ്രഹപുത്രനാക്കി മാറ്റണമേ, ഒരു അനുഗ്രഹപുത്രിയാക്കി മാറ്റണമേ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? Wherever you are, would you pray? Jesus, I trust in you. Abide in me, Lord. Bless me and make me a blessing, Lord. Let others and multitudes be blessed through my life, Lord. എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. ഒന്നിച്ച് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്.
താങ്കൾ ഇവിടുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ട് മാറുകയില്ല എന്ന്, അങ്ങയുടെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് വീണ്ടും കർത്താവ് നീ ഞങ്ങളെ അരുളിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കരുണയുള്ള യഹോവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങൾ എല്ലാത്തിനും മീതെ കർത്താവെ അതിന് മീതെ കയറുവാൻ കർത്താവെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരും അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഉപദേശിക്കപ്പെട്ടവരായും അവരുടെ സമാധാനം വലുതുമായിരിക്കേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ദൈവപ്രതി വെളിപ്പെടേണ്ടതിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.